ഹലോ ഗൈസ്, നമ്മൾ ചവ കണ്ടു മമ്മൂട്ടിൻ്റെ പുതിയ പടം ഫാൻ ഷോ കഴിഞ്ഞ് ഇപ്പോൾ ഷോപ്പിൽ എത്തിയിട്ടുള്ളൂ. നമ്മൾ ഷോപ്പാണ്. എന്താ പറയുക, മമ്മൂട്ടിൻ്റെ വേറെ ലെവൽ പടം, വേറെ ലെവൽ പറഞ്ഞാൽ വേറെ ലെവൽ പടം. മറ്റേ കഥ ഇപ്പം എന്താ പറയുക, ഇപ്പം ഇങ്ങോട്ട് കഥ പറയാൻ പറ്റുക. എന്നാലും തോമസിൻ്റെ ഒരു ആനേട്ടം എന്ത് പടം വന്നാലേ പടം കഴിഞ്ഞ് വിചാരിച്ചുമ്പോൾ വേറെ സംഭവം. പടത്തെ ഏതാ രണ്ടാകണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലോ, എന്താ രണ്ടാകണ്ട് പടം ഏതാ സൂപ്പർ ഹിറ്റിലേക്ക് പോകും. ഹിറ്റല്ല, സൂപ്പർ ഹിറ്റ്. ഇനി നാളെ മറ്റന്നാൾ ഇറങ്ങാനുള്ള പടത്തിൻ്റെ അവസ്ഥ വെച്ചിട്ടില്ലേ, സങ്കടമാണ്. മമ്മൂട്ടിൻ്റെ അടുത്ത 100 കോടി, മമ്മൂട്ടിൻ്റെ അടുത്ത 100 കോടി പടമാണ് ഈ 2024 വന്ന ഈ കൊല്ലം. ഒരു 100 കോടി 50 കോടി കോടികളുണ്ടാകാത്ത ഒരു നല്ല അഭിപ്രായം എല്ലാ പടങ്ങളും ഈ കോടികളാണ്. മമ്മൂട്ടിൻ്റെ പടം വന്ന ഹിറ്റാവും. നമ്മളൊക്കെ വിചാരിക്കും മറ്റേ രാജേശ്വരിയാണ് വില്ലായിരിക്കും. പക്ഷെ അധികം അപ്പുറത്തായ ഒരു ട്വിസ്റ്റ്. അതാണ് സിനിമ വൈവാക്കുന്നത്. കഥ എന്നാൽ അടിപൊളിയാണ്. കഥ ഞാൻ പറയില്ല. മറ്റേ പടങ്ങൾ എല്ലാവരും പോയി കാണണം. വൈശാഖിൻ്റെ തോമസിൻ്റെ ഒരു അഴിഞ്ഞാറ്റം ഇതാണ്. 5-ാം പാതേൻ്റെ ഭാഗമല്ല, ഒരു 5-ാമത്തിൻ്റെ ഇതുണ്ട്. എന്താ ഇപ്പം പറയുക, ഞാൻ ആദ്യമായിട്ട് റിവ്യൂ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാം. എന്താ എനിക്ക് അത് കിട്ടില്ല. പിന്നെ മമ്മൂട്ടിൻ്റെ ഇൻഡോ സീനാണ് അടിപൊളി സീന്. 2 സീൻ കൈമാ സീൻ അടിപൊളി. കൈമാ സീൻ